पारिजास्त्र सम्मोहित कर सरि गम पनि पप मम रिरि सरि सा सरि गम पनि पप मम रिरि सनि सा म गम पनि पम गम रिरि सनि सरि गम प गम प सा नि पम रिरि सा रि सनि प सा नि पम नि पम रि सरि गम प द नि सरि सनि पम रि सा रि स स नि प प मम रिरि सनि सरि स म ग प म नि प स नि रि स म रि स नि प रि स नि प म ग म रि सरि स्वामीनाथ परिपालय सुम स्वामीनाथ परिपालय सुम ഓർമ്മയില്ല അങ്ങോട്ടൊരു ഒരു വേവ് ലെങ്ത് ഉണ്ട് ഞങ്ങൾ തമ്മിൽ അല്ലേ? കെമിസ്ട്രി ഒന്നുമില്ല. കെമിസ്ട്രി ഉണ്ടാ ഇപ്പൊ ഇന്നാളല്ലേ കെമിസ്ട്രി ഒക്കെ ഉണ്ടായത് സിനിമാക്കാരുടെ ഇടയിൽ. ഇല്ല ഞങ്ങള് തമ്മില് ബയോളജി ഞങ്ങള് തമ്മില. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള സുവോളജി. കാരണം ഞങ്ങൾ മനുഷ്യരാണെന്നുള്ള ജീവജാലങ്ങളാണെന്നുള്ള ഒരു സുവോളജി. പ്രത്യേകിച്ച് ഞങ്ങൾ മിമിക്രി കാറ്റഗറി ആയോണ്ടേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ ഒരു കണക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കി കഴിഞ്ഞ ഐഡിയ ഞാനല്ലേ കണ്ണടച്ച് വായിച്ചേ. അതെ, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയാ ഇങ്ങനെ മൈക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്ന അങ്ങനെയാ, ദേഷ്യമൊന്നും അല്ല. ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. അന്ന് കാലങ്ങളിൽ മിമിക്രിക്ക് പോകുമ്പോൾ ഈ റിഹേഴ്സലൊന്നുമില്ല. ഒരു ഐറ്റം കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ്. ഇപ്പം അന്ന് ഷിയാസ്, ദിലീപ്, പിന്നെ ജോർജ്, നമ്മുടെ സന്തോഷ് കുർമശ്ശേരി, പിന്നെ ആരൊക്കെയാണ്, പിന്നെ ഒരുപാട് സലീംകുമാർ, റോജി, ഇവരെല്ലാവരും, റൊണാൾഡോ. സലീംകുമാറൊക്കെ അതിനുശേഷം വന്നാണ്. അപ്പം ഇവർ ഞങ്ങൾ തമ്മിൽ ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം, എടാ ഒരു പുതിയൊരു ഐറ്റം കളിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒരു ത്രെഡ് കൊണ്ടുവരും. പോകുന്ന വഴിയിൽ വണ്ടിയുടെ അകത്ത് വെച്ച് തന്നെ അത് നമ്മൾ തീരുമാനിക്കും. അതിനകത്ത് ആരൊക്കെ ക്യാരക്ടേഴ്സ്, ഇൻസ്ട്രുമെന്റ്സ് അല്ല, ഇത് പക്കയാണ്. ഇതിപ്പോ നാദൃശ പാട്ട് പാടും. നാദൃശ പാട്ട് പാടുന്നോണ്ടാണ് ഞങ്ങൾ ഈ കച്ചേരി പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് വിട്ടു തന്നെ വീട്ടിൽ നിന്ന്. ആ ഉദ്ദേശത്തിലൊക്കെ പോയി. പക്ഷെ പഠിച്ചോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പോയി. അന്നൊക്കെ പാടാൻ പറ്റും. അത്രയൊക്കെ ആ അത് കുഴപ്പമില്ല അല്ലേ? അപ്പൊ നിനക്കൊക്കെ പാട്ട് എനിക്ക് ബ്രില്യൻ പെർഫോമൻസ് കാണുന്നവർക്ക് തന്നെ ഫീൽ ചെയ്യും. നല്ലൊരു അധികം പ്രാക്ടീസ് ഇപ്പൊ ഇന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, വന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓർമ്മയിൽ നിന്ന് നമുക്ക് ചില സമയങ്ങളിൽ ഇപ്പം പല പാട്ടില്ലേ, ഓർമ്മയിലൊരു ശിശിരെന്ന്. അല്ല, ഞാൻ പേളിയുടെ പണ്ടത്തെ എന്താ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു ശരിക്കും? ചുമ്മാ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ലേഡീസിന്റെ കാര്യങ്ങൾ അറിയാൻ വലിയ താല്പര്യം. അല്ല, ഈ പറഞ്ഞ പോലെ ഈ കലാപരിപാടികൾ സ്റ്റേജിൽ ഉള്ള പേക്കൂത്തുകൾ എന്തൊക്കെയായിരുന്നു? മറ്റേ ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ടപ്പാങ്കുത്തിനാണ് മറ്റേ ഡാൻസ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ടപ്പാങ്കുത്ത്? ഇങ്ങനെയാ? ഞാൻ കരുതി ഇങ്ങനെ കോഴി. അങ്ങനെ പിന്നെ നമ്മൾ പാട്ട് പാടും,
മിമിക്രി ഒക്കെ ഞാനും ചെയ്യാൻ ബിക്കോസ് ക്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ ചേരണമല്ലോ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചെടുത്തും. ഈ പേളിയുടെ പ്രത്യേകത അറിയാം നിനക്ക്? ഇല്ല. അയ്യോ അതല്ലേ. അല്ല ഞാൻ പറയാം, ഞാൻ പേളിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് അല്ലേ? അതെ, എന്റെ മുടി പേളിയുടെ മമ്മിയുടെ പേര് മോളി. പേളിയാണെങ്കിൽ എപ്പോഴും ജോളി, മുടിയാണെങ്കിലും കേളി. പിന്നെ എന്താണ് അവസാനമുള്ള പണി പാളിന്ന്. പിന്നെ എന്നാ വേളി? വേളി അതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മള് പൊളി. അപ്പൊ ഡോളി ആരാ? ഡോളി ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്ലീസ്. അല്ല, ഡോളിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഡോളി ആരാണ്? ഫുട്ബോൾ കളിക്കുമ്പോ ഗോളിയാ. നല്ലൊരു കവിത പറയണം അല്ലേ? അബി നിമിഷ കവിയാണ് അബി. On the spot. കവി അല്ലല്ലോ. ഇല്ല. അബി is a കവി. കവി അല്ലാട്ടാ. കബീഷ് അല്ല കവി. ശരിക്കും ഇല്ലേ ഒരു നല്ലൊരു ഭംഗിയല്ലേ ഇത് മോളിയെ കാണാൻ. പേളി കണ്ടോ എന്നെ മനഃപൂർവ്വം. എനിക്കിപ്പോ എന്റെ ഫീലിംഗ് അറിയാം. സീനിയേഴ്സിന്റെ മുമ്പിൽ ഇങ്ങനെ റാഗ് ചെയ്യാനായിട്ട് ഒരു സിംഹത്തിന്റെ കൂട്ടിൽ എത്തിപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയുടെ ഫീലിംഗിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും ഇതിനെ കാണുന്ന ഒരു സിംഹമായിട്ടാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സിംഹമായിട്ട് തോന്നൂല. നമുക്ക് അങ്ങനെയല്ല തോന്നണം. എന്തറിയോ, ഈ ചില ലോറിയിൽ വൈക്കോൽത്തൂർ കൊണ്ടുപോകില്ലേ, ലോറിയുടെ ബാക്കില് വൈക്കോൽത്തൂർ ഉണ്ടാവും, ഫ്രണ്ടില് ലോറിയുടെ മുഖം ഉണ്ട്. അതുപോലെയാണല്ലേ? പക്ഷെ മുടി നല്ല ഇല്ല, ഇത് എത്ര വർഷങ്ങളുടെ അധ്വാനമാണെന്ന് അറിയോ? കുളിക്കാണ്ടൊക്കെ അല്ലേ? ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളർത്തണ ഇതിന് വല്ല ഇട്ട് കൊടുക്കണം, മരുന്നൊക്കെ വല്ല ഇട്ട് കൊടുക്കണം. വളർത്തണമെന്ന് പറഞ്ഞു ഞങ്ങളിതൊന്നും വളർത്താറില്ല, തന്നെ വെജിറ്റബിൾസ് ഒക്കെ കുറെ കഴിച്ചാലും ഇങ്ങനെ മുടി വരും. വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കണം. മറ്റേ ഏത് സിനിമയിലെ കഴിഞ്ഞ ഞാൻ പേളി അഭിനയിച്ചൊരു ആദിവാസി പെൺകുട്ടിയായിട്ട് അഭിനയിച്ചല്ലോ ഏതൊരു സിനിമ? ഞാനിലല്ലേ? അതിനൊക്കെ കറക്റ്റ് അല്ലേ? പിന്നെ ഈ നീഗ്രോ അല്ലേ, വെളുത്ത നീഗ്രോസ്. വള്ളിന്നായിരുന്നു എന്റെ പേര്. വണ്ടിയാ? വള്ളി. ആ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് വിള്ളിയില്ലേ? ചെളി, ബോളി, ഡോളി. ലീ കയറി പിടിച്ചു. എൻജോയ് ചെയ്യാൻ അടിച്ചു പൊളിക്കണമെങ്കിൽ എവിടെയാ പോവാറ്? ഞങ്ങൾ അടിച്ചുപൊളിയൊന്നുമില്ല. ഞങ്ങള് ജീവിതത്തില് ഉള്ള ഇങ്ങനെ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് ചെലവേണ്ടേ? പൈസ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലല്ലേ ചെലവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവന് പൈസ കീറിയ ജീൻസ് ഒക്കെ ഇട്ട് പാവം പൈസ ഉണ്ടാക്കണ ആളാണ്. പൈസ ഉണ്ടാക്കിയിട്ടല്ല, നല്ലൊരു ജീൻസ് ഇടാ പൈസ ഉണ്ടാക്കിയ. ഇങ്ങനെയുള്ള ആളാണ് അടിച്ചു പൊളിക്കാൻ പോണത്. ശരി, അടിക്കാൻ പോയപ്പോ പൊളിഞ്ഞായിരിക്കും. ഞാനേ ഒരു എന്താണ് ഒരു ബ്ലൂടൂത്ത് ഒക്കെ ഇറങ്ങിയ സമയത്ത് ബ്ലൂടൂത്ത് നീലപ്പല്ല് അത് മാത്രം കേൾക്കുള്ളൂ. ബ്ലൂടൂത്ത് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇതൊക്കെ വെച്ച് ഒരു ഷൈൻ ചെയ്തിട്ട് കല്യാണം വീട്ടിൽ പോയതാ. അവിടെ ചെന്ന് ചെവിയിൽ വെച്ചിട്ട് വണ്ടുപോലിരിക്കും. വണ്ടുപോലിരുന്നിട്ട് ഇങ്ങനെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു ഉപ്പാപ്പ എന്നെ സൈഡിലേക്ക് വിളിച്ചു, മോനെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് ഒരു കല്യാണ പന്തലിൻ്റെ മൂലക്കായിട്ട് വിളിച്ചുകൊണ്ടിട്ട് പറയാം, അതേ ഇത് ഈ പ്രായത്തിൽ വന്നാലും ഇതിന്റെ ചെറുത് കിട്ടും, ഞാൻ വച്ചേക്കും പോലെ ഇത്രയും വലുത് വെച്ച ആൾക്കാരൊക്കെ കാണുന്ന കണ്ട, നിനക്കൊരു പേരൊക്കെ ഉള്ളല്ലോ, അത് കളയണെന്തിനാ, ഇതിന്റെ ചെവിയിൽ ഇതാ ഉപ്പാപ്പ വെച്ചേക്കണ ഇതിന്റെ ഇതുപോലത്തെ ഒരെണ്ണം വെക്കി. ഞാൻ പതുക്കെ ഇതൊക്കെ ശരിക്കും പലർക്കും അത് മനസ്സിലായിട്ടുണ്ടായി. ഇറങ്ങിയ സമയത്ത് എല്ലാവരും അത് ചെവി കേൾക്കാതെ എവിടെയാണെന്ന് അറിയോ, ഇവന്റെ കസിന്റെ വീട്ടിലാണ്. അതാണ് ഉപ്പാപ്പയത്. അതാണ് ഞാൻ ഓർത്തത്. അബിയുടെ വേറെ ഫസ്റ്റ് ഞാൻ അബിയേട്ടനെ കാണുമ്പം എനിക്ക് ഫസ്റ്റ് രജിസ്റ്റർ ഓർക്കുമ്പോ ഫസ്റ്റ് വരുന്ന ആമിനത്താത്തയുടെ അബിയുടെ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അബിയുടെ കാണാത്ത കുറെ കഥാപാത്രങ്ങളുണ്ട്. എന്താ അറിയോ, മൂവാറ്റുപുഴയിലുള്ള ചില ഈ പ്രായമുള്ള ആളുകളുണ്ട്, വയസ്സായ, അവരുടെ ടിപ്പിക്കലായിട്ടുള്ള അവരുടെ ഒരു സംസാര ശൈലിയുണ്ട്. അത് ഇവൻ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. അത് ചില ചോദ്യങ്ങൾ അവരുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചാണോ? ഇല്ല, അതൊക്കെ അറിയാതെ പഠിച്ചു പോയതാണ്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ, അതിനുവേണ്ടി ഒരു ടൈം സ്പെൻഡിങ് ഒന്നുമില്ല. പിന്നെ ഈ ഡയലോഗ് പഠിക്കില്ലേ സിനിമാ താരങ്ങളുടെയൊക്കെ, അതിന് നമുക്കൊരു ഇത്തിരി കഷ്ടപ്പാടുണ്ട്. കാരണം അത് കാണാതെ പഠിച്ചെടുക്കണമല്ലോ. കാണാതെ പഠിക്കാനുള്ള നല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ആയല്ലോ, അതിലപ്പുറമൊക്കെ ആയിപ്പോയതല്ലേ. 10 ക്ലാസ് ഒക്കെ സുഖമായിട്ട് എഴുതി പാസ്സായതിന്.
പക്ഷെ ആദർശ എപ്പോഴും പാസ്സായിട്ടില്ല. പക്ഷേ എന്തൊക്കെ അപരാധങ്ങളാണ് നിങ്ങൾ അല്ല ഇത് രണ്ടുപേരും പറയാ അങ്ങോട്ടും നീ ഇങ്ങോട്ടും. മറ്റേ ഇത് ഈ കുട്ടി വന്നിരിക്കുന്നത് അവിടെ മൂവാറ്റുപുഴയിലുള്ള അവിടുത്തെ ഒരു ട്രിപ്പിക്കൽ കാക്കയാണ്. നീ എങ്ങനെ കുട്ടിയുടെ അടുത്ത് ആ ചോദിക്കും ചോദിക്കേ. എന്നൊന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മൂവാറ്റുപുഴയിലെ ഒരു വെറുതെ ഇരിക്കുകയാണ്. ഈ പിള്ളേര് ഇവിടെ നമ്മളെ ഈ പരിപാടിയെ മോളെ മോക്ക് വേറെ പണിയൊന്നുമില്ല മോളെ. ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. അല്ല എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നാ ഇതിന്റെ സംഭവം ഇത് സിനിമ കമ്പനി എന്ന് പറഞ്ഞാൽ സിനിമ പിടിക്കുമോ നിങ്ങൾ? ആ ഇവിടെ സിനിമയിലുള്ളവരൊക്കെ കമ്പനി അടിക്കുന്ന സ്ഥലമാണ്. കമ്പനി അടിക്കൂലേ? നീ ഈ പ്രായത്തിൽ ഇതിനൊക്കെ ആവശ്യമുണ്ടോ നിനക്ക് വേറെ പഠിക്കാൻ പോയി. അല്ല പാപ്പ അല്ല ഇക്ക വേറെ കാര്യമായിട്ട് അല്ലടാ മോളെ ഈ പെണ്ണെ ഈ വേഷം കിട്ടി ഇവിടെ വന്ന് നിന്ന ഈ നിന്നെ പോലെ ആമ്പിള്ളേർ വന്നാൽ ഇത് ശരിയാവത്? അതല്ല നേരെ ചൊവ്വ പോകുന്നു എന്നുള്ളത്. ജീൻസ് ഇടുന്നതിനെ കുറിച്ചിട്ട് ഇക്കാക്ക് എന്താണ് അഭിപ്രായം? എന്താണ് മോനെ ഈ ജീൻസും ബീൻസും ഒക്കെ ഇട്ടാലും ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാലേ പെണ്ണുങ്ങൾ ജീൻസ് ഇട്ട ഇക്കാക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ലെന്നേ, ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കൂലല്ലോ. ഈ ആമ്പിള്ളേരും ഞരമ്പ് രോഗികളും ഞാൻ ഇതിനകത്തോട്ട് നോക്കിക്കണം. ഇവർക്ക് ഒരു പ്രകോപനാന്നേ, അത് ശരിയാവില്ല. അത് ഞാൻ പറഞ്ഞത് എന്താണ് ഒരു പരിഹാരം? പരിഹാരം ഞാൻ പറയണത് നിങ്ങളിപ്പോ ഈ ജീൻസ് എന്ന് പറഞ്ഞ സാധനം ഇടുമ്പോ അതിന്റെ പുറത്ത് ഒരു പർദ്ദ ഇട്ടാ ഒരു പരിഹാരമാണ് അല്ലേ? നന്നായി. അവര് ജീൻസ് ടൈപ്പ് എന്താ കുഴപ്പം? അതെ കുഴപ്പം ഇപ്പൊ എനിക്കില്ലെന്നേ. ഇത് ഞാനിപ്പോ ഇത്രയും നേരമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് വല്ല കുഴപ്പമുണ്ട്? അമേരിക്ക പോയിക്കോ നീ. അതിനെന്താ ഞാൻ പറഞ്ഞ നീയൊക്കെ അമേരിക്കയിൽ പോണം. കാരണം അമേരിക്കയിൽ ലണ്ടനിൽ പോണം. കാരണം ബ്രിട്ടീഷുകാർ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മളെ. അതിനൊക്കെ പ്രതികാരം ചെയ്യണമെങ്കിൽ നിന്നെ പോലുള്ള സാധനങ്ങൾ അങ്ങോട്ട് ചെല്ലണം. പണ്ടേ കഥാപാത്രങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ പിന്നെ കുറച്ച് നമ്മുടെ ഇമാജിനേഷൻസ് അങ്ങനത്തെ ഉള്ള കുറെ ക്യാരക്ടേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് അതുണ്ട്. ഓർമ്മയൊക്കെ ഇപ്പൊ തിരിച്ചു വന്നില്ലേ? ഓർമ്മയില്ല, അങ്ങോട്ടൊരു ഒരു വേവ് ലെങ്ത് ഉണ്ട് ഞങ്ങൾ തമ്മിൽ അല്ലേ? നമ്മള് കെമിസ്ട്രി ഒന്നുമില്ല. കെമിസ്ട്രി ഉണ്ടാ ഇപ്പൊ ഇന്നാളല്ലേ കെമിസ്ട്രി ഒക്കെ ഉണ്ടായത് സിനിമാക്കാരുടെ ഇടയിൽ. അപ്പൊ നിങ്ങൾ അന്നത്തെ എന്താ വിളിക്കുക? ഒരു ബയോളജി? ഇല്ല ഞങ്ങള് ബയോളജി